ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഒരു മാർക്കറ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ ഗ്യാപ്പ് അപ്പായിട്ട് ഓപ്പണായി. അതിനുശേഷം ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തു. പക്ഷേ നല്ലൊരു അപ്പ് മൂവ്മെൻറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു അപ്പ് മൂവ്മെൻറ്റിൻ്റെ സമയത്ത് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഒരു അപ്പ് മൂവ്മെൻറ്റിലായിരുന്നു. അതിനുശേഷം ഈ 25,000 ഞാൻ ഈ ഒരു സമയത്ത് എൻട്രി കൺസിഡർ ചെയ്തില്ല. കാരണം ഇവിടുത്തെ ഓപ്പൺ ഇൻട്രസ്റ്റ് അത്ര സപ്പോർട്ടീവ് ആയിരുന്നില്ല. 24,900 അതുപോലെ തന്നെ 24,950 ഒക്കെ ആ ഒരു സമയത്ത് ഒരു കോളിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് ആയിരുന്നു കൂടുതൽ. അതിനുശേഷം ഈ ഒരു ഡേ ഹൈ ബ്രേക്ക് ചെയ്തു. അതിനുശേഷം നമുക്കിവിടെ കാണാം ചെറിയൊരു സൈഡ് വേസ് മൂവ്മെൻറ്റ് നമുക്കിവിടെ കാണാം. അപ്പോൾ ഈ ഒരു സൈഡ് വേസ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു കണ്ടിന്യൂവേഷന് വേണ്ടി ഒന്ന് പോസ് ആയതാകാം, അല്ലെങ്കിൽ ഒരു റിവേഴ്സലിനുള്ള ഒരു സാധ്യതയുണ്ട്. ഇവിടുത്തെ 25,000 എന്ന് പറയുന്നത് നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഒരു ബിയറിഷ് വ്യൂ ആണ് എടുത്തത്. ഇവിടെ ഒരു ബെയർ പുട്ട് സ്പ്രെഡാണ് ഞാനിവിടെ കൺസിഡർ ചെയ്തത്. 11.55 ഞാനൊരു ബെയർ പുട്ട് സ്പ്രെഡ് 25,000 പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തു. അതുപോലെ തന്നെ 24,800 ഒരു പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യുകയും ചെയ്തു. ഇനി ഇൻ കേസ് എൻ്റെ വ്യൂ തെറ്റായിരുന്നെങ്കിൽ എനിക്ക് അവിടുന്ന് പെട്ടെന്ന് തന്നെ എക്സിറ്റ് ചെയ്യാം. സ്പ്രെഡ് ആയതുകൊണ്ട് തന്നെ വലിയൊരു ലോസ് ഇല്ലാതെ തന്നെ എനിക്ക് അവിടുന്ന് എക്സിറ്റ് ചെയ്യാൻ സാധിക്കും, പെട്ടെന്ന് തന്നെ എക്സിറ്റ് ചെയ്യാൻ സാധിക്കും. 25,000 ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ സഡൻ ഒരു മൂവ്മെൻറ്റ് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എക്സിറ്റ് ആകാനും സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു ട്രേഡ് എടുത്തതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ നല്ലൊരു ഡൗൺ മൂവ്മെൻറ്റ് വന്നു. ഈ ഒരു 24,900 ആ ഒരു സമയത്തൊരു പുട്ട് OA ആയിരുന്നു കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സപ്പോർട്ടീവ് ഏരിയ ആയിരുന്നുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തപ്പോൾ തന്നെ ഈ ഒരു ക്യാൻഡിലിൻ്റെ ക്ലോസ് ചെയ്ത സമയത്ത് തന്നെ ഞാൻ എൻ്റെ ഒരു ട്രേഡ് അവിടെ എക്സിറ്റ് ചെയ്തു. എൻ്റെ ഇന്നത്തെ ആ ഒരു എൻട്രിയിൽ എൻ്റെ ഒരു ഒരു ലോട്ടാണ് ഞാൻ കൺസിഡർ ചെയ്തത്. അപ്പോൾ അന്ന് ഇന്നത്തെ പ്രോഫിറ്റ് ഇതാണ്. ഇവിടെ എടുത്തത് ബെയർ പുട്ട് സ്പ്രെഡാണ്. ഓക്കെ ട്രേഡേഴ്സ്, താങ്ക് യു.